എന്നാൽ ദൈവീ വാഗ്ദത്തം അവളുടെ മേൽ ഉണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ടപ്പോൾ സാറ ചിരിച്ചു. എന്നാൽ ഹല്ലേലൂയ ആമേൻ അവൾ ഒരു കാര്യം തീരുമാനിച്ചു. അവൾ വാഗ്ദത്തം കേട്ടപ്പോൾ ഹല്ലേലൂയ അപ്പോൾ 11ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിലുള്ള ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. ആമേൻ. പിന്നെ നമ്മൾ വായിക്കുന്നു, ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്റെ ദൈവം എന്ന് പറയുവാൻ ലജ്ജിക്കാത്ത ദൈവം. നിന്റെ ഇരിപ്പും നിന്റെ ആരാധനയും കാണുമ്പോൾ പറയണം, ഇവൾ എന്റെ പൈതലാണ്. ഹല്ലേലൂയ. നിന്റെ ആരാധന കണ്ടു വേണം പറയണ്ടേ. ആമേൻ. I am so proud to be called your God. ഹല്ലേലൂയ. I am so ദൈവം പറയാണ് ഇവളുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. എന്ത് മോളെ പേര്? ഹല്ലേലൂയ. ഷർലി. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും നോക്കി പറയണം, ഹല്ലേലൂയ ഇവളുടെ ദൈവമാണ് ഞാൻ എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഞാൻ ഇവളുടെ ദൈവമെന്ന് പറയുവാൻ അവൾ ലജ്ജിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിന്റെ ആരാധന കണ്ട് ഹല്ലേലൂയ, നിന്റെ നടപ്പ് ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഇരിപ്പ് കണ്ട് പറയണം, ആമേൻ ഞാൻ ഇവളുടെ ദൈവമാണ്, ഞാൻ നിന്റെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. നീ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ പൈതലെ നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും ഞാൻ നിന്റെ പരിചയം. ഹല്ലേലൂയ. ആമേൻ. നീ ഒരു നാൾ ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ നിനക്കുള്ള അവകാശമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സാറ അവൾ ഒരു കാര്യം ഒറ്റ കാര്യം അവൾ ചെയ്തു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ശരീരത്തിൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നീ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് വിശ്വസിക്കുമെങ്കിൽ ആമേൻ നിന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നീ തകർന്നു പോകുവാൻ അനുവദിക്കുന്ന ദൈവമല്ല, ജയോത്സവമായി നിന്നെ നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ നിനക്കുള്ള അവകാശമാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമുക്ക് അല്പസമയം ദൈവത്തെ ആരാധിക്കാം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേൽച്ച് നിൽക്കാം. ഹല്ലേലൂയ. ആരാധനയിൽ വലിയ വിടുതൽ നടക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, ആരാധിക്കുവാൻ, ഹല്ലേലൂയ, ദൈവസ്വരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. എല്ലാവരും അല്പസമയം എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. 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 നമ്മൾ വചനമെല്ലാം കേട്ടു, അനേകം വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു. എന്നാൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നീ ഒരു സ്റ്റെപ്പ് കർത്താവിന് വേണ്ടി എടുക്കുമെങ്കിൽ വിശ്വാസത്തോടെ ഹല്ലേലൂയ നീ സ്റ്റെപ്പുകൾ മൂവ് ചെയ്യുമെങ്കിൽ നിന്റെ മേൽ വലിയ അഭിഷേകത്തിന്റെ ശക്തി പകൽക്കാലം പകരുവാൻ പോവുകയാണ്. നിന്നെ ശക്തമായി ദൈവത്തിന് ഉപയോഗിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആരാധനയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ആരാധനയിൽ ഹല്ലേലൂയ വിടുതലുകൾ നടക്കും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ. പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ആമേൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ശരീരത്തിൽ ഹല്ലേലൂയ രോഗത്തിന്റെ അവസ്ഥകളുണ്ട്, രോഗബന്ധനങ്ങളെ ആമേൻ പൈശാചിക കെട്ടുകളെ, ശാപത്തിന്റെ കെട്ടുകളെ ഹല്ലേലൂയ ആമേൻ മുന്നോട്ട് വിടുവാൻ തക്കവണ്ണം നിന്നെ തകർക്കുന്ന ദുഷ്ട വ്യാപാര ശക്തികളുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. മുന്നോട്ട് പോകാൻ കഴിയാതെ ഒതുക്കി നിൽക്കുന്ന അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ താല്പര്യമുള്ളവർ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് കടന്നു വരാം. നമുക്ക് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ വലിയ വിടുതലുകളെ ആമേൻ ആത്മാവിന്റെ ശക്തി പ്രദർശനശാലിയായി ഈ പകൽക്കാലം ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതങ്ങളുടെ മേൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ ഒരു കാറ്റയക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. ഒരാത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി നമ്മെ സമർപ്പിക്കാം. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചു, എന്നാൽ എനിക്ക് ആരാധിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ. എന്നെ ഒതുക്കി നിൽക്കുന്ന ശക്തികളുണ്ട്. പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവർ ഹല്ലേലൂയ വേഗത്തിൽ മുമ്പോട്ട് കടന്നു വന്നാട്ട്. ദൈവത്തിന് സ്തോത്രം.